പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഡിസംബർ 3-ാം തീയതിയാണ്. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തണം. ആയിരക്കണക്കിന് മക്കളെ കൈകൾ കുപ്പി ഈ പ്രഭാതത്തിൽ അങ്ങയുടെ തിരുസന്നിധിയിൽ നിന്റെ നാമത്തിൽ ആശ്രയിച്ചുകൊണ്ട് നിൽക്കുന്ന കർത്താവേ, നിന്റെ തിരുമുറുവാർന്ന വലതുകരം മക്കളുടെ ശിരസിൽ വെക്കണം. ആന്തരിക അവയവത്തിൻ്റെ നിർവീക്യങ്ങൾ, സിസ്റ്റുകള്, മുഴകള്, ഉച്ചമുതൽ ഉള്ളങ്കാല് വരെ മനുഷ്യരെ ബാധിച്ച മുഴുവൻ രോഗങ്ങളും യേശുക്രിസ്തുവിന്റെ വിശുദ്ധമായ രക്തത്താൽ പൂർണ്ണമായി കഴുകി മാറ്റപ്പെടട്ടെ. അമ്മേ, പരിശുദ്ധമ്മ ദേവമാതാവേ, അങ്ങനെ തിരുക്കുമാരനെ വിശ്വസിക്കുന്ന എല്ലാ മക്കളെയും നീ ആശീർവദിക്കുകയും അവർക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥിക്കുകയും ചെയ്യണമേ. കർത്താവ്, നിന്റെ നാമത്തിൽ ആശ്രയിച്ചവരാരും രക്ഷിക്കാൻ ഇടയാക്കിയിട്ടില്ല. കർത്താവിന് വലിയ കരുണ നിങ്ങളിലേക്ക് ആവശ്യിക്കട്ടെ. ശരീരം മുഴുവനും ചൊറിയുള്ളവരും സോറിയാസിസ് ഉള്ളവരും ചിരങ്ങുള്ളവരും ത്വക്ക് രോഗക്കാരെയും കർത്താവിൻ്റെ രക്തത്താൽ കഴുകപ്പെടട്ടെ. കർത്താവ്, ആശുപത്രി കഴിയുന്നവർ, മനഃപൂർവ്വം ഇട്ട് നടത്തുന്നവരുണ്ട്. അതിൻ്റെ പേരിലെല്ലാം ഓരോ ദിവസവും വിഷമം അനുഭവിക്കുന്നവരുണ്ട്. ലീവെടുക്കാൻ പറ്റാത്ത ജോലി ചെയ്യുന്നവരുണ്ട്. ഇത് നിന്നിൽ ആശ്രയിക്കുന്നവൻ നാളെ നിന്നെ മഹത്വപ്പെടുത്താൻ ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തെ കുരിശടയാളത്തിൽ ദൈവശക്തിയാൽ നിന്റെ പേരിൽ ദൈവം ഇന്ന് മഹത്വപ്പെടട്ടെ. ആമേൻ. മക്കളെ, നമ്മൾ ഇന്ന് വായിക്കുന്നത് ലൂക്കായുടെ സുവിശേഷമാണ്. 5-ാം അധ്യായം 37-ാമത്തെ വചനം. ആരും പുതിയ വീഞ്ഞ് പഴയ തോൽക്കുടങ്ങളിൽ ഒഴിച്ചു വെക്കാറില്ല. ആരും പുതിയ വീഞ്ഞ് പഴയ തോൽക്കുടങ്ങളിൽ ഒഴിച്ചു വെക്കാറില്ല. അങ്ങനെ ചെയ്താൽ പുതിയ വീഞ്ഞ് പഴയ തോൽക്കുടങ്ങൾ ഭേദിച്ച് ഒഴുകിപ്പോവുകയും തോൽക്കുടങ്ങൾ നശിക്കുകയും ചെയ്യും. പുതിയ വീഞ്ഞ് പുതിയ തോൽക്കുടങ്ങളിലാണ് ഒഴിച്ചു വെക്കേണ്ടത്. സുവിശേഷം 5:36 വായിക്കാൻ പോണേ. അവൻ അവരോട് ഒരു ഉപമയും പറഞ്ഞു. ആരും പുതിയ വസ്ത്രത്തിൽ നിന്ന് കഷണം കീറിയെടുത്ത് പഴയ വസ്ത്രത്തോട് ചേർക്കാറില്ല. അങ്ങനെ ചെയ്താൽ പുതിയ വസ്ത്രം കീറുന്നു എന്ന് മാത്രമല്ല, പുതിയ കഷണം പഴയതിനോട് ചേരാതെ വരികയും ചെയ്യും. ഈ ഉടമ്പടി എടുത്തവര് പഴയ സംഭവത്തിന്റെ എല്ലാ നീർക്കെട്ടലുകളും ശ്വാസ തടസ്സങ്ങളൊക്കെ മാറ്റിയിട്ട് ആദ്യമായിട്ട് ഈ സംഭവം ചെയ്യണ പോലെ അതിപ്രസരിപ്പോട് ചെയ്യണം. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 22-ാം വാക്യം. കർത്താവിന്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല. അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല. ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്. അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ്. ഇന്നലത്തെ സ്നേഹം ആയിരിക്കരുത് ദൈവത്തോട് നമുക്ക് ഇന്ന് തോന്നേണ്ടത്. അതിനേക്കാൾ കുറയണമെന്നല്ല, അതിനേക്കാൾ കൂടണം. അതാണ് ഈശോ പറയണത്. പുതിയ വസ്ത്രം പഴയ വസ്ത്രം പോലെ ആക്കരുതെന്ന്. കാര്യം ഇവിടുന്ന് പുതിയ വസ്ത്രം കീറിയെടുത്തിട്ട് പഴയ വസ്ത്രം കൂടെ ചേർത്ത് വെക്കരുത്. നിങ്ങൾ ഇവിടുന്ന്, അതായത് അപ്പം പുതിയ ഡാമേജ് ആവും, പഴയതും ഡാമേജ് ആകും. അപ്പം അതുകൊണ്ട് ഉടമ്പടി ഒരു പുതിയ സ്നേഹമാണ്. ഓരോ ദിവസവും പുതിയ സ്നേഹത്താൽ ദൈവത്തെ സ്നേഹിക്കുമെന്ന് ദൈവത്തിന് തോന്നിയാൽ പിന്നെ നമുക്ക് ജീവിതത്തിൽ തിരിഞ്ഞു നോക്കേണ്ടി വരത്തില്ല. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.